അപ്പോൾ മൊബൈൽ ബസ് സിമുലേറ്റർ ഞാൻ 2019 ആദ്യമായിട്ട് ഈ ഗെയിം കളിക്കുന്നത്. ആ സമയത്ത് നമ്മൾ മലയാളികളുടെ ഇടയിൽ ബസ്സിഡായിരുന്നു കൂടുതൽ ഫേമസ് ആയതുകൊണ്ട് നമ്മളിൽ കൂടുതൽ പേരും ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ കമൻ്റ് ഇടേ, എത്ര പേരുണ്ടോ നോക്കാൻ. ആ സമയത്ത് എൻ്റെ ഒരു പഴയ ടാബായിരുന്നു. അതിലാണെങ്കിൽ ബസ്സിഡ് സപ്പോർട്ട് ആവാത്തത് കൊണ്ടാണ് ഈ ഗെയിം ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ നല്ല ഗ്രാഫിക്സ് ഉള്ള മോഡൊക്കെ കയറ്റാൻ പറ്റുന്ന, ബസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ബസ് ഗെയിംസ് വളരെ കുറവായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഇടയിലേക്ക് ബസ്സിഡ് കടന്നു വരുന്നത്. എന്നാൽ പാവങ്ങളുടെ ബസ്സിഡായിരുന്നു ഈ ഗെയിം. ആ സമയത്ത് ഈ ഗെയിം ഒരു വലിയ വൈബായിരുന്നു. കാരണം ഇതിൻ്റെ ഈ സമയത്തുള്ള ബസ്സിഡ് പോലെ റിയലിസ്റ്റിക് ഗ്രാഫിക്സ്, മോഡിഫിക്കേഷൻ ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് കളിച്ചു നോക്കി. അന്ന് തന്നെ കിടിലമായതുകൊണ്ട് ഇപ്പോൾ അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ചാണ് കളിച്ചത്. എന്തോ ഇവർ ഈ ഗെയിം ഒട്ടും അപ്ഡേറ്റ് ആക്കിയില്ല. ഈ സമയത്ത് അതേ ഓപ്ഷൻസ്, അതേ സ്ഥലങ്ങൾ, എല്ലാം അതേപോലെ. അതെനിക്ക് തോന്നിയ ചെറിയ കുറവ്. ഇനി ഗെയിമിലേക്ക് കടന്നാൽ സെറ്റിങ്സ്, ഡ്രൈവിംഗ് മോഡ്, മോഡിഫിക്കേഷൻ അതൊക്കെ. എന്നാൽ ഇതിൽ ഇപ്പോഴത്തെ ബസ്സിഡ് നേരിടാൻ പറ്റിയ കുറച്ച് സംഭവമുണ്ട്. ഒന്നാമത്തെ, ഇതിൻ്റെ ഗ്രാഫിക്സ്. ബസ്സിഡ് റിയലിസ്റ്റിക് ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ കിടിലമായിട്ട് തോന്നി. അതിനേക്കാളും കുറച്ച് പിടിച്ചിരുത്തുന്ന ഗ്രാഫിക്സ് ആണ് ഇതിലെ. രണ്ടാമത്തെ, ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഓപ്ഷൻസിൽ ചില സംഭവം ലിവറിയാണ് എന്നെ അതിശയപ്പെടുത്തിയത്. ബസ്സിഡിൽ നമ്മൾ തന്നെ ലിവറി ആഡ് ആക്കണമെങ്കിൽ ഇതിൽ 22 വ്യത്യസ്ത ലിവറി ഇവർ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട്, പിന്നെ ഇതിൻ്റെ സൈസ് വെറും 65 MB മറ്റോ ഇതിനുള്ളൂ. ഒന്നാമത്തെ, ഇതിൻ്റെ ഗ്രാഫിക്സ്. ബസ്സിഡ് റിയലിസ്റ്റിക് ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ കിടിലമായിട്ട് തോന്നി. അതിനേക്കാളും കുറച്ച് പിടിച്ചിരുത്തുന്ന ഗ്രാഫിക്സ് ആണ് ഇതിലെ. രണ്ടാമത്തെ, ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഓപ്ഷൻസിൽ ചില സംഭവം ലിവറിയാണ് എന്നെ അതിശയപ്പെടുത്തിയത്. ബസ്സിഡിൽ നമ്മൾ തന്നെ ലിവറി ആഡ് ആക്കണമെങ്കിൽ ഇതിൽ 22 വ്യത്യസ്ത ലിവറി ഇവർ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട്, പിന്നെ ഇതിൻ്റെ സൈസ് വെറും 65 MB മറ്റോ ഇതിനുള്ളൂ. അതുകൊണ്ട് വലിയ നെറ്റോ ഹൈ എൻഡ് ഫോൺ ഇതിന് ആവശ്യമില്ല. 1 GB റാമിൽ ഇത് സ്മൂത്തായിട്ട് ലാഗ് ഇല്ലാണ്ട് കളിക്കാൻ പറ്റും, ഉറപ്പാണ്. ബോറടിച്ചിരിക്കുകയാണെങ്കിൽ കളിക്കാൻ പറ്റിയ അടിപൊളി ഗെയിമാണ് മൊത്തത്തിൽ പറഞ്ഞത്. ഇതിൽ ട്രാഫിക് റെഡ് ലൈറ്റ് സമയത്ത് വണ്ടി ഓടിച്ചാൽ ഫൈൻ 1000 രൂപ പോലീസിന് കൊടുക്കണം. അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ തന്നെ കണ്ടോ. അപ്പോൾ 100 MB താഴെ ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമിൻ്റെ ഒരു സീരീസ് തുടങ്ങുന്നുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ശരി.